പൊന്നപ്പനും മിന്നപ്പനും. മീനാക്ഷിപുരത്തെ പേരുകേട്ട പാട്ടുകാരായിരുന്നു പൊന്നപ്പനും മിന്നപ്പനും. ജന്മന അന്ധരായിരുന്ന ഇവരുടെ പാട്ടുകച്ചേരി ആരെയും ആകർഷിക്കുന്നതായിരുന്നു. കച്ചേരി കേട്ടവർ പറഞ്ഞറിഞ്ഞ് മീനാക്ഷിപുരത്തിന് പുറത്ത് പാണ്ഡ്യനാട്ടിലെ കോലസ രാജാവിൻ്റെ ചെവിയിലുമെത്തി. കോലസ രാജാവ് സംഗീതത്തെയും സംഗീതജ്ഞരെയും മറ്റെന്തിനേക്കാളും സ്നേഹിച്ചിരുന്നു. രാജാവ് അന്ധഗായകരുടെ അടുത്തേക്ക് തൻ്റെ മന്ത്രിയെ അയച്ചു. പറഞ്ഞ പ്രകാരം മാസത്തിലെ 1-ാം നാൾ പാണ്ഡ്യരാജാവിൻ്റെ കോലസ രാജസന്നിധിയിൽ പാട്ടുകച്ചേരി നടത്താനായി തീരുമാനിച്ച് ഉറപ്പിച്ചു. തോണിയിൽ യാത്ര ചെയ്താൽ എളുപ്പത്തിൽ കോലസ രാജ്യത്ത് എത്താമെന്നും രാജകൊട്ടാരത്തിനടുത്തെത്തുമ്പോൾ അന്തരീക്ഷത്തിൽ നിറയെ മുല്ലപ്പൂക്കളുടെ മണമുണ്ടായിരിക്കുമെന്നും അപ്പോൾ അവിടെ ഇറങ്ങിയാൽ മതിയുമെന്ന് മന്ത്രി അന്ധനായ പാട്ടുകാർക്ക് വിശദമായി പറഞ്ഞുകൊടുത്തു. രാജാവ് കൊടുത്തയച്ച ഒരു ഉപഹാരവും മന്ത്രി അവർക്ക് സമ്മാനിച്ചു. പൊന്നപ്പനും മിന്നപ്പനും തോണിയിലേറി രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അവരുടെ ആദ്യത്തെ തോണിയാത്രയായിരുന്നു അത്. മണിക്കൂറുകൾ നീണ്ട യാത്രയിൽ പലയിടങ്ങളിലായി തോണി കരയിൽ അടുപ്പിക്കുകയും ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. തോണി ഏതോ ഒരു സ്ഥലത്ത് കരയ്ക്കടുപ്പിച്ചപ്പോൾ തലയിൽ നിറയെ മുല്ലപ്പൂക്കൾ ചൂടിയ ഒരു കൂട്ടം പെണ്ണുങ്ങൾ തോണിയിൽ കയറിയിരുന്നു. തോണി തീരം വിട്ടു. കാറ്റിൽ മുല്ലപ്പൂവിൻ്റെ ഗന്ധം അന്ധഗായകന്മാർക്ക് അനുഭവപ്പെട്ടു. അവർ ചാടി എഴുന്നേറ്റ് തോണിക്കാരനോട് തോണി നിർത്താൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരും തോണിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയതും ഒപ്പം കഴിഞ്ഞു. ആർക്കും രക്ഷിക്കാനാവാതെ അവർ പുഴയുടെ ആഴങ്ങളിലേക്ക് പതിച്ചു. അന്ധഗായകരുടെ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി പാടില്ല എന്നാണ്.